ഹായ്, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പോൾ മക്കളെ, നമ്മൾ എവിടെയായിരുന്നു നിർത്തിയേ? നമ്മുടെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു അല്ലേ? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ പഠിച്ചു. പിന്നെ ഇക്വേഷൻ ഫോർമാറ്റിൽ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു ഇല്ലേ? ഇത്രയും പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ആരുടെ സ്ക്വയറാ? നോക്കിക്കോ, ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വേറെ ആരുടെയല്ല, ഡെസിമൽസിന്റെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത്. ഡെസിമൽ സ്ക്വയേഴ്സ്, ദശാംശ രൂപങ്ങളുടെ എന്താണ്? സ്ക്വയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെസിമൽ സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡെസിമൽ പോയിന്റ് കണ്ടാലേ നമുക്ക് കാറ്റ് പോകൂ അല്ലേ? പോയിന്റ് കണ്ടാലേ നമുക്ക് ചേർത്താൻ കുരിശ് കണ്ട പോലെയാണ്. പോയിന്റ് വേറെ ഒന്നും തരാൻ കണ്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് ഇനി നമ്മൾ പോയിന്റ് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ സെറ്റ് ആക്കും അല്ലേ? പോയിന്റ് ഇട്ട് പോയിന്റ് ഉള്ള ദശാംശ സംഖ്യകളുടെ ഡെസിമൽ സംഖ്യകളുടെ എന്താണ്? സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളത് സെറ്റ് ആക്കും. ഇനി പോയിന്റ് അല്ല, നമ്മളെ ഒന്നും എന്താണ് പേടിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പോയിന്റിന് ഒരു കുത്തിനും നമ്മളെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയായിരിക്കും പോയിന്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം അല്ലേ? അപ്പോ ഈ പോയിന്റ് വന്നു കഴിഞ്ഞാലേ ആദ്യം തന്നെ ഒരു സംഖ്യയുടെ കൂടെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ 4ന്റെ കൂടെ ആര് കൂടുന്നു? ഒരു 0.7 കൂടുന്നു. അത്രേ ഉള്ളൂ മീനിങ് അല്ലേ? അത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. 4 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 4.7 സ്ക്വയർ ആണ്. 4.7ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 അവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ. 0.7ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തില്ലേ? അതേ ടെക്നിക്ക്, സെയിം ടെക്നിക്ക്. എന്ത് ചെയ്യുന്നു? 4.7 എന്ന് പറഞ്ഞാൽ 4ന്റെ കൂടെ ആര് കൂടുന്നു? 0.7. 0.7 കൂടെ ചേരുന്നതാണ് എന്ത്? 4.7 എന്ന് പറയുന്നത്. 4.7 സ്ക്വയർ സെറ്റ്. നേരത്തെ എഴുതിയ അതേ രീതിക്ക് നമ്മൾ എഴുതുന്നു, പോയിന്റ് ഇട്ട് എഴുതുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ 4.7ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാ? 4ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 4 പ്ലസ് 4 പ്ലസ് അല്ല, 4 ഗുണിക്കണം. 4 ഗുണിക്കണം യെസ് 0.7. ഈ 0.7നെ 0.7 എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. 0.7 എഴുതിയാലും 0.7 എഴുതിയാലും കറക്റ്റ് ആണ്. 0.7 ഇൻറ്റു 2 അല്ലേ? 2 ഇൻറ്റു ഗുണിക്കണം 2 കൂട്ടണം. ലാസ്റ്റ് ആരാ വരിക? ലാസ്റ്റ് നമ്മുടെ ഈ 0.7ന്റെ സ്ക്വയർ, 0.7ന്റെ സ്ക്വയർ. ഈ 0 ഇട്ടു എന്ന് ഓർത്ത് പ്രശ്നമില്ല. 0.7 പ്രശ്നമില്ല കേട്ടോ. 0.7 ആണെങ്കിലും ഓക്കെ ആണ്. ദെൻ 4ന്റെ സ്ക്വയർ എത്രയാ? 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4. 4ന്റെ സ്ക്വയർ 16. ഇതൊക്കെ സിമ്പിൾ ആയി പോയി ഞങ്ങൾക്ക് അല്ലേ? 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 4നെ നമുക്ക് ഒന്നെങ്കിൽ 0.7 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം അല്ലേ? അതിന് നമുക്ക് എളുപ്പ വഴിയുണ്ട് അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് ഈ 4നെ ഈ 2 കൊണ്ട് ഗുണിക്കാം. ഇങ്ങനെ ഗുണിച്ചാലും പ്രശ്നമില്ല, ആദ്യം ഇതിനെ ഗുണിച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഉത്തരങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും ഗുണിക്കേണ്ടത്. അപ്പൊ 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോ എത്രയായി? 4 ഗുണിക്കണം 2 8 ആയി അല്ലേ? 4 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ 8 ഗുണിക്കണം 0.7. ഈ ഉത്തരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4നെ 2 കൊണ്ട് ഗുണിച്ച് കിട്ടിയ ഉത്തരത്തിനെയാണ് നമ്മൾ 0. അല്ലെങ്കിൽ 0.7 കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഗുണിക്കുന്നത്. 0.7 കൊണ്ട് ഗുണിക്കണം. പിന്നെ ഏത് കണ്ടുപിടിക്കണം? 0.7ന്റെ സ്ക്വയറും കണ്ടുപിടിക്കണം അല്ലേ? ദെൻ 16 പ്ലസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാം? 8നെ 0.7 കൊണ്ട് ഗുണിക്കണം. 8നെ എന്തുകൊണ്ട് ഗുണിക്കണം?
0.7 കൊണ്ട് ഗുണിക്കണം. അതിനെന്താ വഴി? ആദ്യം എന്ത് ചെയ്തോ? 8നെ എന്ത് ചെയ്തോ? 8നെ നമുക്ക് 7 കൊണ്ട് ഗുണിച്ചോ അല്ലേ? 8 7s are എത്രയാ? 8 7s are എത്രയാ? 8 7s are 56 ആണ് അല്ലേ? 8 7s are എത്രയാ? 56. നമ്മൾ പോയിന്റ് ഒന്നും നോക്കുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്തു? ഡയറക്റ്റ് 8നെ 7 കൊണ്ട് ഗുണിക്കുന്നു. 8 7s are എത്രയാണ്? 56 ആണ്. 56 എഴുതി. 56 എഴുതി. ഇനിയോ ഈ 0.7 എന്ന് പറയുന്നത് അല്ലേ, ഒരു സംഖ്യക്ക് ശേഷം അല്ലേ, ഒരു സംഖ്യക്ക് ശേഷം അല്ലേ പോയിന്റ് വന്നിരിക്കുന്നത്? ഒരു സംഖ്യക്ക് ശേഷമാണ് എന്ത് ദശാംശം വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഈ 56 8നെ 7 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടിയ 56, ആ 56ൽ ഒരു സംഖ്യക്ക് ശേഷം, അതായത് എവിടെ നിന്ന്? വലതുവശത്ത് നിന്ന് ഇവിടുന്നും ഒരു സംഖ്യക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിന്റ് ഇടുന്നു. അപ്പൊ ഉത്തരം മാറി. എന്തായി? അപ്പൊ ഉത്തരം എന്തായി? 56 എന്നുള്ളത് എന്തായി? 56 എന്നുള്ളത് 5.6 ആയി. 5.6 ആയി. റെഡി അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ 4നെ 2 കൊണ്ട് ഗുണിച്ചു എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായി? 8. ഇനി 8നെ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടിയ ഉത്തരത്തിന് നമുക്ക് ഈ 0.7 വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 0.7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8നെ 0.7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പോയിന്റ് ഉള്ളത് നമുക്ക് കൺഫ്യൂഷനും ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കി. പോയിന്റ് ഇല്ലാന്ന് അങ്ങ് വിചാരിച്ചു അല്ലേ? അപ്പോൾ 8നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 7s are എത്രയാ? 56 ആണ് അല്ലേ? 56 എഴുതി. എന്നിട്ട് 0.7 എന്ന് പറയുന്നത് ഒരു സംഖ്യക്ക് ശേഷമാണ് ഡെസിമൽ പ്ലേസ് വന്നിരിക്കുന്നത് അല്ലേ? പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഈ 56 എന്ന് പറയുന്ന ഉത്തരത്തിൽ ഒരു സംഖ്യക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും ഒരു സംഖ്യക്ക് ശേഷം പോയിന്റ് ഇടുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 0.7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നെയും 0. എന്ത് ചെയ്താൽ മതി? നമ്മൾ പോയിന്റ് ഒന്നും നോക്കുന്നില്ല. പോയിന്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നടാവോ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. പോയിന്റ് ഒഴിവാക്കിയിട്ട് 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 7ന്റെ സ്ക്വയർ 49 ആണ് അല്ലേ? 49 ആണ് 7ന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 49 എന്ന് എഴുതുന്നു. 49 എന്ന് എഴുതുന്നു ഇല്ലേ? ദെൻ അതായത് ഈ 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 അല്ലെങ്കിൽ 0.7 ഇൻറ്റു, കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഈ പോയിന്റ് അങ്ങ് മായ്ക്കുന്നു. 0 അങ്ങ് മായ്ക്കുന്നു. 0.7നെ 0.7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അതായത് 2 പോയിന്റ് ഉള്ള സംഖ്യകളെയാണ് എന്ത് ചെയ്യേണ്ടത്? പരസ്പരം ഗുണിക്കേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 2 പോയിന്റ് ഉള്ള സംഖ്യകളാണ്. 2 സംഖ്യയ്ക്കും ഓരോ സംഖ്യക്ക് ശേഷമാണ് എന്ത് വരുന്നത്? പോയിന്റ് വരുന്നത് അല്ലേ? ഇതിലും ഒരു സംഖ്യക്ക് ശേഷമാണ് പോയിന്റ് വരുന്നത്. ഈ ഇതിലും എന്താണ്? ഒരു സംഖ്യക്ക് ശേഷമാണ് പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഉത്തരത്തിൽ എന്ത് ചെയ്യുക? ഉത്തരത്തിൽ മൊത്തം 2 സംഖ്യക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. 2 സംഖ്യക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. എല്ലാ സ്ക്വയറിന്റെ കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ വരിക. ലാസ്റ്റ് പോയിന്റ് ഇട്ട് വരുന്ന സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സംഖ്യക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ദെൻ ഇനി ഇവരെല്ലാരും കൂട്ടിയാൽ മതി. ഇനി ഇവരെല്ലാരെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4.7ന്റെ എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും അല്ലേ? ഇവരെല്ലാരും കൂടെ കൂട്ടിയാൽ പോരെ? കൂട്ടിയാൽ മതി. നമുക്ക് കൂട്ടി നോക്കാം. കൂട്ടാൻ അറിയില്ലേ? നമ്മൾ കൂട്ടും അല്ലേ? നമ്മൾ ഇവിടെ കൂട്ടും. എന്താണ് ആൻസർ? 16 കൂട്ടണം പ്ലസ് 16 കൂട്ടണം. ഇനി എന്താണ്? 5.6 ആണ് അല്ലേ? 5.6. ഇതാ ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. ഇനി എന്താ ഉള്ളത്? ലാസ്റ്റ് ആരെയാ കൂട്ടാനുള്ളേ? 0.49 അല്ലേ? 0.49 ആണ് ഉള്ളത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരെല്ലാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഇവരെല്ലാരെയും കൂടിയാണ് കൂട്ടേണ്ടത്. എങ്ങനെ കൂട്ടും? 9 6 4 എത്രയായി? 10 അല്ലേ? 0 ബാലൻസ് 1. ഈ പോയിന്റ് ഇതാ നേരെ ഇങ്ങോട്ട് ഇറക്കി എഴുതിക്കോ. കൂട്ടുമല്ലേ? ദെൻ എത്രയായി? 6 6 12 ബാലൻസ് 1. കൂട്ടിയത് കണ്ടോ? എഴുതി കൂട്ടുമ്പോൾ
കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ, പോയിന്റ് ഇട്ട് കൂട്ടുമ്പോൾ. അപ്പോൾ 4.7 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.09 ആണ് എന്തിൻ്റെ സ്ക്വയർ? 4.7ന്റെ സ്ക്വയർ. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത രീതിക്ക് തന്നെയാണ് ഇത് ചെയ്യേണ്ടതും അല്ലേ? നേരത്തെ ചെയ്ത രീതിക്ക് തന്നെയാണ്, പോയിന്റ് ഇട്ട് പ്ലസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കിയാലോ. അടുത്തതാണ്, നേരത്തെ നമ്മൾ ഒരു ദശാംശ സംഖ്യേന്റെ ആയിരുന്നു ചെയ്തത് അല്ലേ? ഒരു ദശാംശ സംഖ്യേന്റെ ആയിരുന്നു ചെയ്തത്. നമ്മൾ 2 ദശാംശ സംഖ്യേന്റെ 2 ഡെസിമൽ പ്ലേസ് വരുന്നതാണ് ഇനി ചെയ്യുന്നത്. എന്താണ്? 10.25ന്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? 10.25ന്റെ സ്ക്വയർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ എഴുതിയ അതേ രീതിക്ക് തന്നെ നമ്മൾ എഴുതുവാണ്. എന്താണ്? 10 കൂട്ടണം 0.25 സ്ക്വയർ. എങ്ങനെ എഴുതും? 10ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ എന്തായിരിക്കും? 10 ഗുണിക്കണം 0.25 ഗുണിക്കണം 2 പ്ലസ് 0.25ന്റെ സ്ക്വയർ. ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ, 0 പോയിന്റ് എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ പോയിന്റ് ഉണ്ട്. 0.25ന്റെ സ്ക്വയർ. ദെൻ 10ന്റെ സ്ക്വയർ എത്രയാ? 100 പ്ലസ് 10 × 2 20 അല്ലേ? 10 × 2 എത്രയാ? 20. 20നെ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കണം? 25 അല്ലെങ്കിൽ 2.5 കൊണ്ട് 20നെ നമുക്ക് 0.25 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 20നെ എന്ത് ചെയ്യണം? 20 ഗുണിക്കണം 0.25 നമുക്ക് എന്ത് ചെയ്യണം? ഗുണിക്കണം. 0.25 കൊണ്ട് ഗുണിക്കണം. പോയിന്റ് വന്നല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഗുണിച്ചു നോക്കാം അല്ലേ? 20നെ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒഴിവാക്കിയിട്ട് 25 കൊണ്ട് ഗുണിച്ചു നോക്കാം. ഈ 20നെ 25 കൊണ്ട് ഗുണിക്കുന്ന എന്തിനാ? നമുക്ക് ആ 0 കൂടി അങ്ങ് കുറച്ചേക്കാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? 25നെ 2 കൊണ്ട് ഗുണിക്കുക. 25നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര ആൻസർ വരിക? 25നെ കളയുന്ന ആൾക്കാരെയൊക്കെ നമ്മളിവിടെ ചേർക്കും കേട്ടോ. ഓക്കെ, 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 50 കിട്ടും അല്ലേ? ഇവിടെ നമ്മൾ ആ വെട്ടിയ ഒഴിവാക്കിയ 0 ചെങ്ങായിനെയും കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നു. അപ്പൊ ആൻസർ എത്ര വരും? 500. എത്ര വരും? 500 വരും. ഇവിടെ ഒരു കാര്യമുണ്ട് അല്ലേ? നമുക്കിവിടെ എഴുതി പോവാം. 100 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര ആൻസർ വന്നു? 500 വന്നു അല്ലേ? 500 വന്നു. 500 ആയിരിക്കും എൻ്റെ ആൻസർ? ഇല്ല, നമുക്ക് എന്തുണ്ട്? ഇവിടെ ഡെസിമൽ ഉണ്ട് അല്ലേ? ഡെസിമൽ ഒഴിവാക്കി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കിയതാ. അപ്പൊ ഡെസിമൽ എത്ര സംഖ്യക്ക് ശേഷം വന്നിരിക്കുന്നത്? 2 സംഖ്യക്ക് ശേഷമല്ലേ ഡെസിമൽ വന്നിരിക്കുന്നത്? അപ്പൊ നമ്മുടെ ഉത്തരത്തിലും 2 സംഖ്യക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസിമൽ ഇടുന്നു. അപ്പൊ എത്രയായിരിക്കും ആൻസർ വരിക? ഡെസിമൽ ഇട്ട് കഴിയുമ്പോൾ എത്ര വരും? 5 വരും. 5.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? 5 തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ 00 എഴുതേണ്ട കാര്യമുണ്ടോ? എഴുതണ്ട അല്ലേ? 5 എന്ന് എഴുതി. ദെൻ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 25ന്റെ സ്ക്വയർ. അതായത് 0.25ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0.25ന്റെ സ്ക്വയർ. 0.25ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 25ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് 25ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും അല്ലേ? ഇതാ ഇവിടെ ചെയ്യാം. 25ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 25 × 25 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടാൻ? 25 × 25 ചെയ്താൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? 0.25ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നാൽ ആദ്യം നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് 25നെ 25 കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 5s are 25. 2 ബാലൻസ്. 2 5s are 10 + 2 12. Then 10 ഈ 2ഉം ഈ 5ഉം അല്ലേ? 10 ബാലൻസ് 1. 2 × 2 4 + 1 5. ഇവരെല്ലാവരെയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? യെസ്, 625 ആണ് വരുന്നത് അല്ലേ?
625 ആണ് വരുന്നത്. ഇവിടെ ഡെസിമൽ അല്ലേ, നമ്മൾ പറഞ്ഞു ഡെസിമൽ സംഖ്യകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ക്വയർ കണ്ടുപിടിക്കാൻ 0.25 ഇൻറ്റു 0.25 ആണ്. അതായത് രണ്ട് സംഖ്യയ്ക്കും എത്ര സംഖ്യയ്ക്ക് ശേഷമാണ് ഡെസിമൽ വന്നിരിക്കുന്നത്, 2 സംഖ്യ അല്ലെ, 2 സംഖ്യയ്ക്ക് ശേഷമാണ് എന്ത് ഡെസിമൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഉത്തരത്തിൽ 4 സംഖ്യയ്ക്ക് ശേഷം, ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ എന്തായി, 4 സംഖ്യ ആയി അല്ലേ, 4 സംഖ്യയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു, പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരും, 0.625 എന്ന് വരും. എന്തിന്റെ സ്ക്വയർ, 0.25ന്റെ സ്ക്വയർ. 0.25ന്റെ സ്ക്വയർ എത്ര വരും, 0.0625 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ, മനസ്സിലായോ? ദെൻ ഇനി ഇത് എന്ത് ചെയ്താൽ മതി, എല്ലാരെയും കൂടെ കൂട്ടി എഴുതിയാൽ മതി അല്ലേ. 100 + 5 എത്രയാണ്, 105 അല്ലേ. 105 0.0625 ആണ്. എന്തിന്റെ സ്ക്വയർ, 10.25ന്റെ സ്ക്വയർ. 10.25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 105 105.0625 ആണ് എന്തിന്റെ സ്ക്വയർ, 10.25ന്റെ സ്ക്വയർ. ക്ലിയർ ആണോ? 2 ഡെസിമൽ പ്ലേസ് വരുന്നതും ഒറ്റ ഡെസിമൽ പ്ലേസ് വരുന്നതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ആണോ? എളുപ്പല്ലേ? ഒന്നും കൂടെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചിരിക്കുന്നേ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഹാവിംഗ് സൈഡ് 4.6 സെന്റിമീറ്റർ. എന്തുവാ ചോദിച്ചിരിക്കുന്നേ? വശങ്ങളുടെ നീളം എത്രയാണ് വരുന്നത്, 4.6 ആയ ഒരു ചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നത്. ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക? എങ്ങനെയാ ഒരു സ്ക്വയറിന്റെ പരപ്പളവ്, സ്ക്വയറിന്റെ പരപ്പളവ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് എ സ്ക്വയർ, ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എ സ്ക്വയർ, അതായത് സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് എഴുതും, അതല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് എഴുതും, അതല്ലെങ്കിൽ ഓർ നമുക്ക് എന്തെന്നും എഴുതാം, സൈഡിന്റെ സ്ക്വയർ എന്നും പറഞ്ഞ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. മലയാളത്തിൽ എങ്ങനെയാ നമ്മൾ, ഒന്നെങ്കിൽ വശത്തിന്റെ സ്ക്വയർ, വശം സ്ക്വയർ, അതല്ലെങ്കിലോ വശം ഇൻറ്റു വശം എന്ന് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ചതുരത്തിന്റെ പരപ്പളവ് കിട്ടും അല്ലെ, ചതുരത്തിന്റെ പരപ്പളവ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇക്വേഷൻ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡിന്റെ സ്ക്വയർ, അതല്ലെങ്കിൽ വശത്തിന്റെ സ്ക്വയർ, അതല്ലെങ്കിൽ എന്താണ് വശം സ്ക്വയർ അല്ലെ, വശം ഇൻറ്റു വശം, വശം ഗുണിക്കണം വശം ചെയ്താൽ നമുക്ക് എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം, സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോ ഇവിടെ സ്ക്വയറിന്റെ സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 4.6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഈ സ്ക്വയറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഈ സ്ക്വയറിന്റെ ABCD എന്ന് പറയുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിന്റെ ഒരു വശം എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്, 4.6 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? സൈഡ് ഇൻറ്റു സൈഡ്, എല്ലാ വശവും എന്തായിരിക്കും, 4.6 തന്നെ ആയിരിക്കും അല്ലേ, 4.6 തന്നെ ആയിരിക്കും, 4.6 സെന്റിമീറ്റർ തന്നെയായിരിക്കും ചതുരത്തിന്റെ എല്ലാ വശങ്ങളുടെയും അളവ്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 4.6 ഇൻറ്റു 4.6 എന്ന് പറഞ്ഞാൽ എന്താണ്, 4.6ന്റെ സ്ക്വയർ ആണ് അല്ലേ, 4.6ന്റെ സ്ക്വയർ ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ആണെങ്കിലും സൈഡ് സ്ക്വയർ ആണെങ്കിലും എന്താണ്, 4.6ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും വരിക,
ഏരിയ ഓഫ് എ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ് വരിക? ഇസ് ഈക്വൽ ടു 4.6 സ്ക്വയർ. ഒന്നെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് സൈഡിൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കാം. സൈഡ് സ്ക്വയർ ആണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 4.6ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? 4 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 0.6. 0.6 അല്ലെങ്കിൽ 0.6 എന്ന് ഇട്ടാലും മതി കേട്ടോ. ഇൻറ്റു 2 പ്ലസ് 0.6ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാ? 16. 4 2 8. 8 എത്രയാ? 8 48. ഒരു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇടുന്നു. പ്ലസ് അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ് ഇവിടെ വരുന്നത്. ദെൻ എന്താണ് വന്നിരിക്കുന്നത്? 6ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ. പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ 6ൻ്റെ സ്ക്വയർ എത്രയാ? 36 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു? ഒരു ഡെസിമൽ പ്ലേസ് ഉള്ള രണ്ട് സംഖ്യകളെയാണ് നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യുക? 2 സംഖ്യയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇടുന്നു. ഇനി ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. 16 കൂട്ടണം 4.8 കൂട്ടണം പോയിന്റ് എന്ത് വരും? 0.36. 6 8 3 11 ബാലൻസ് 1. ദെൻ 11. യെസ്, സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 21.16 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 4.6 സെൻറ്റിമീറ്റർ ഒരു വശത്തിൻ്റെ നീളമുള്ള സ്ക്വയറിൻ്റെ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിച്ചു. എന്താണ് പരപ്പളവ്? 21.16 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിക്കാണ് ഇതും വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഇക്വേഷൻ രൂപത്തിലുള്ള നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗം കണ്ടുപിടിക്കാൻ, പിന്നെ എന്താണ്? ഡെസിമൽസിൻ്റെ സ്ക്വയർ. എന്തായാലും ഡെസിമൽസിൻ്റെ സ്ക്വയർ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിട്ട് വരാം. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള രീതിക്ക് വരാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ സെറ്റായിട്ട് പഠിച്ച നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണ്ടേ? അപ്പോൾ നന്നായിട്ട് കണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.